ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു ക്രഞ്ചി ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ ഉണ്ടാക്കിയാലോ. ഈ പിക്കിൾ തയ്യാറാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. ഞാനിതിന് 2 പീസ് മാങ്ങ എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം, പുളിക്ക് ആവശ്യമായ വിനാഗിരിയും ചേർക്കാം. മാങ്ങ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്യാൻ എപ്പോഴും മരത്തിൻ്റെ ബോർഡ് ഉപയോഗിക്കുക കേട്ടോ, ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ ബോർഡ് ഉപയോഗിക്കരുത്. ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് പീസസുകൾ നമ്മളുടെ വയറ്റിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ മാങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് എരിവൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. എരിവൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇത് ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ അച്ചാർ പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിട്ട് ഇതിന് വേണ്ടിയിട്ട് നന്നായി ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടുകും ഉലുവയും വറുത്ത് പൊടിച്ച് ചേർത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് യോജിക്കട്ടെ. ഈ മാങ്ങ കുറച്ച് പുളി കുറവാണ് കേട്ടോ. നമുക്കൊരു 2-3 സ്പൂണ് വിനിഗർ ചേർത്ത് കൊടുക്കാം. വിനിഗർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഈ മിക്സിങ് പരിപാടിക്കും അച്ചാറിൻ്റെ ടേസ്റ്റിൽ വളരെ വലിയൊരു പങ്കുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ പീസസിലും ഒരേപോലെ എത്താൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി അച്ചാറിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അച്ചാറിന് കുറച്ചുകൂടെ കളറൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഇൻഗ്രീഡിയൻറ്റ് ഓപ്ഷണലാണ് കേട്ടോ. എന്തായാലും അച്ചാറിൻ്റെ ടേസ്റ്റും സ്മെല്ലും കൂട്ടാൻ ഇതും സഹായിക്കും. ഓക്കെ, വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ ക്രഞ്ചി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പിക്കിൾ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിളാണെന്ന്. ഇപ്പോൾ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.